ഹായ്, സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരിക്കലും ഉണ്ടാക്കിയാൽ നമുക്കിത് ഇടയ്ക്ക് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നും. ഒരു പഴയ കാല കറിയാണ് അരപ്പുളി. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളപ്പയർ കേട്ടോ, ഉണക്കപ്പയർ ഒരു ബൗൾ ഞാൻ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ ഇത് വഴുതിനങ്ങ കൊണ്ടും ഉണ്ടാക്കാം, പിന്നെ കായ കൊണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിന്ന് മത്തങ്ങ കൊണ്ടാണ് ഉണ്ടാക്കണം, മത്തങ്ങയും പയറും വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കണ മത്തങ്ങയും പയറും കറി പോലെയല്ല. അരപ്പുളി എന്ന് പറയുമ്പോൾ പുളി അരഭാഗം ഇടുക എന്നല്ല, വറുത്തരച്ച് പുളി ചേർത്ത് വെക്കണ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വറുക്കണതാണ് മെയിൻ. അപ്പോൾ ഇതിന് വേണ്ടി വറുക്കാൻ നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് വേണം, പിന്നെ കുറച്ച് വെന്തയം, ഉലുവ വേണം, പിന്നെ കുറച്ച് വറ്റൽമുളക്, വറമുളക് വേണം, ഒരു 3 സ്പൂൺ നാളികേരം ചെരിവേത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടുള്ളൂ. അപ്പോൾ ഇത്ര സാധനം നമുക്ക് ഇതിന് വറുത്തിടാൻ വേണ്ടി വേണം. അപ്പോൾ ഇതൊരു പഴയ കാല ആഗ്രഹത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇതിന് പുളിയും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല കേട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ, വഴുതിനങ്ങയും പയറും വെച്ച് ചെയ്യാം, വഴുതിനങ്ങയും കടലയും വെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഉലുവയും ഉഴുന്നുപരിപ്പും നമ്മുടെ വറ്റൽമുളകും കൂടി കുറച്ച് വെളിച്ചെണ്ണയിൽ വറുക്കണം കേട്ടോ. ഇത് ബ്രൗണായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തേങ്ങയും നമ്മുടെ നാളികേരം ചെരുവേതും കൂടി ചേർത്തിട്ട് വേണം നല്ല ബ്രൗണായിട്ട് വറുത്തെടുക്കണം കേട്ടുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഓഫ് ഇയർ ആകുമ്പോഴാണ് ഞാൻ കുറച്ച് ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതല്ല വെറുതെ വറമല്ലി ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം, 3-4 മണി. അപ്പം ഞാൻ കുറച്ച് ഒരു മല്ലിപ്പൊടി കൂടി ഇട്ടിട്ടാണ് കേട്ടോ വറുത്തത്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞതിലേക്ക് നമ്മുടെ മത്തങ്ങ ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം. ഞാൻ ഇന്ന് കുറച്ച് വെള്ളം പോലത്തെ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇത് കുറച്ച് കുറുക്കി നമുക്ക് സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിന്നൊരു ഒഴിച്ച് കറിയായിട്ടാണ്, അത് കാരണം നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ നോക്കൂ, ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചില്ലേ, അതിതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അരച്ചുകൊണ്ട് വരാട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാണോ, നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ, എന്താ പേര് പറയാമെന്നൊക്കെ പറയൂട്ടുള്ളൂ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ആരും ഹൈപ്പൊന്നും ഇത്തിരി കുറവാണ് എനിക്ക് തരുന്നത്, എന്താ മറന്നു പോണതാണോ? അപ്പോൾ മറക്കരുത് കേട്ടോ, ചെയ്ത് തരണേ. അപ്പോൾ ഇതാ നമ്മളുടെ മത്തങ്ങ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ പയറും കൂടി വേവിച്ചത് നമുക്ക് അതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പൊട്ട് വെല്ലം കൂടി ചേർത്തി കൊടുക്കണം കേട്ടുള്ളൂ. അപ്പോൾ ആ വെല്ലം കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവുമല്ലോ. അപ്പോൾ ഒരു ചെറിയ പൊട്ട് ശർക്കര ചേർത്തി കൊടുത്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒഴിച്ചു കറിയായിട്ടാണ് ഉണ്ടാക്കണത് എന്ന്. അപ്പോൾ ഇത്തിരി വെള്ളത്തോടെയാണ് ഞാൻ വെക്കണത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയും കൂടി നമുക്കതിലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മല്ലിപ്പൊടി ഞാനൊരു 1/4 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തിക്കോളൂ. പക്ഷേ മല്ലിപ്പൊടി കുറവാണ് ഇതിന് നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഒരു കറിവേപ്പിലയും കൂടി ഞാൻ താഴ്ത്തിയിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത മസാലയായി കാരണം ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി പണിയുണ്ട്. ഇനി വറുത്തിടുമ്പോഴും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ ഇതുപോലെ പാലക്കാട് സൈഡ് ഞങ്ങൾക്ക് ഒരുപാട് പുളിയുള്ള കറികളുണ്ട് കേട്ടോ, ഒരുപാട് പുളിക്കറികളുണ്ട്. അത് കാരണം ഞാൻ ഓരോന്നൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് അരപ്പുളിക്കറി, ഇത് അരപ്പുളിക്കുഴമ്പ് എന്നാണ് കേട്ടോ പറയുക. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, വഴുതിനിങ്ങ കടല, വഴുതിനിങ്ങ പയറ്, മത്തങ്ങ കടല, ചേമ്പല്ല ചേന കടല, ചേന പയറ്, കായ പയറ് ഒക്കെ ഉണ്ടാക്കാട്ടുള്ളൂ. ഇതുപോലെ ഇത് നന്നായിട്ട് എൻ്റെ ആവശ്യത്തിന് കുറുക്കി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചു കേട്ടുള്ളൂ. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടത് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, പിന്നെ കായപ്പൊടി, ഒരു 1/4 സ്പൂൺ കായപ്പൊടി വേണം, പിന്നെ കുറച്ച് 1/4 സ്പൂൺ മുളക് പൊടി വേണം. ഇത് ആ കളറ് കിട്ടാനാണ് കേട്ടോ കറിക്ക്. വറ്റൽമുളക് ഇട്ടു, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട്, വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിക്കണേ, വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതാ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയും, നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നും പറയും. ഇത് വേറൊരു രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, എളുപ്പത്തിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പുളി വെള്ളത്തിലിടില്ല, പകരം ഞാൻ മസാല അരയ്ക്കണ കൂട്ടത്തിൽ പുളി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ വേഗം തിക്കായി കിട്ടും. നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോളൂ. ഓക്കെ, ബൈ.